അപ്പം നമ്മൾ ഇന്ന് ഈ വീഡിയോ കൂടെ നല്ലൊരു ചായയുടെ റെസിപ്പിന് പറയുന്നത് ഏത് ഇനം ചായയില ആയാലും നല്ല കളറായിട്ട് ചായ കൃത്യ അളവിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നൊരു വീഡിയോ ആണ് ഇതിൽ കൂടെ കാണിക്കുന്നത്. അപ്പം നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. ഏത് ചായയില ആയാലും കുഴപ്പമില്ല, നല്ല സൂപ്പർ ചായ നമുക്ക് ഇതുപോലെ തയ്യാറാക്കാം. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്താൽ മതി. നല്ലൊരു ചായ വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചായ നമുക്ക് തയ്യാറാക്കാം. അപ്പം നമുക്ക് ചായയില ഏതായാലും നല്ല അടിപൊളി ചായ തയ്യാറാക്കാം. ചായയില വ്യത്യാസം വരുമ്പോൾ നമ്മുടെ ചായയുടെ ടേസ്റ്റൊക്കെ കുറയും. അപ്പോൾ ഏത് ചായയില ആയാലും ഈ രീതിയിൽ ചായ തയ്യാറാക്കിയാൽ അടിപൊളി ടേസ്റ്റ് ആവും ചെയ്യും, നല്ല കളർ കോമ്പോയിൽ ഇരിക്കും ചെയ്യും. അപ്പം 2 ഗ്ലാസ് ചായ ഞാൻ തയ്യാറാക്കുന്നത്. അതിന് വേണ്ടി ഞാൻ 1.5 സ്പൂൺ ചായപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര 2 ടേബിൾ സ്പൂൺ, 1 ഏലക്കായ പൊടിച്ചെടുത്തത്. ഇനി നമുക്ക് ചായ തയ്യാറാക്കാം. അതൊരു സോസ് പാൻ വയ്ക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ രീതിയിൽ ചായ തയ്യാറാക്കുമ്പോൾ ആദ്യം നമ്മൾ ചേർക്കേണ്ടത് പഞ്ചസാര ചേർക്കും. എന്നിട്ട് ഇതൊന്ന് കാരമലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ വെള്ളമൊക്കെ ആവശ്യത്തിന് ചേർക്കാനായിട്ട്. പഞ്ചസാര ജസ്റ്റ് ഒന്ന് കാരമലൈസ് ചെയ്ത് വരണം. അപ്പോൾ ഒരു കളർ ഒന്ന് മാറും. അതിന് ശേഷം വേണം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാനായിട്ട്. അപ്പോൾ പഞ്ചസാര അതേ കളർ മാറി വരുന്നുണ്ട്, കണ്ട. ഒരു സെക്കൻഡ് കൂടി കളർ മാറണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ചായയുടെ ഒരു കളറ് നമ്മൾ ഈ പഞ്ചസാരയിൽ കളറിലുമായിട്ട് മാച്ച് ചെയ്യും. ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. 2 ഗ്ലാസ് ചായയാണ് വെക്കണത്. അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മൾ 1.25 ഗ്ലാസ് വെള്ളം ചേർക്കണം. ആദ്യം 1 ഗ്ലാസ് ഒഴിച്ച് ഒരു 1/4 ഗ്ലാസും കൂടി ഒഴിച്ച് ഈ പഞ്ചസാര ഒന്ന് അലിഞ്ഞു വരണം. ഇതിപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ അലിഞ്ഞോളും. ഇപ്പം കണ്ട പഞ്ചസാര ഇതുപോലെ ഇങ്ങനെ നിൽക്കും. എന്നാലും ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് തന്നെ അലിഞ്ഞോളും. അപ്പോഴന്നെ ചായക്കൊരു കളർ ഉണ്ടാവും. അപ്പം ഏത് ചായയില ആയാലും നമുക്ക് ചായ സൂപ്പറാവും. പഞ്ചസാര ഒന്ന് അലിയണോട് കൂടി 1.5 സ്പൂൺ ചായപ്പൊടി ചേർക്കാം. ഇല ആയാലും കുഴപ്പമില്ല, തരി ആയാലും കുഴപ്പമില്ല, ഏത് ചായയില ആയാലും കുഴപ്പമില്ല. പഞ്ചസാരയൊക്കെ ഇത് ഒന്ന് അലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചായയില ചേർക്കാം. ഇലയായ കാരണം നമ്മൾ ആദ്യമേ ചേർക്കണം. പിന്നെ ഏലക്കായയുടെ പൊടിയും ചതച്ചത്, തോല് മാറ്റി കുരു ചതച്ചതെന്ന്. ഇനി ഓപ്ഷണലായിട്ട് നമുക്ക് ഇഞ്ചി വേണമെങ്കിൽ ചേർക്കാം. ഇത് ഞാൻ സാധാരണ ഒരു സിമ്പിളായിട്ടുള്ളൊരു ചായ ഏത് ചായയില ആയാലും സൂപ്പറായിട്ട് ടേസ്റ്റ് കിട്ടാനും അതുപോലെ നല്ല ചായയുടെ കളറായിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ തയ്യാറാക്കുന്നത്. 1.25 ഗ്ലാസ് വെള്ളം 1 ഗ്ലാസ് ആയിട്ട് കുറയണം. അപ്പോൾ ഈ ചായയില തിളച്ചിട്ട് വേണം അങ്ങനെ കുറയാനായിട്ട്. അപ്പോഴാണ് നമ്മുടെ ചായയിലേറെ സത്തൊക്കെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുള്ളൂ. അപ്പം അതോടുകൂടി നമ്മൾ 1 ഗ്ലാസ് പാല് അതേ അളവ് ഗ്ലാസ്സിൽ തന്നെ ചേർക്കുന്നുണ്ട്. തിളച്ച് യോജിച്ച് ഈ വെള്ളം ഒന്ന് കുറയണ വരെ 1.25 എന്നുള്ളത് 1 ആവണ വരെ ഇതൊന്ന് തിളച്ച് വരണം. അപ്പം ഇത് ചായ തിളച്ച് വരുന്നുണ്ട്. നമ്മൾ 1.25 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ, അത് തിളച്ച് 1 ഗ്ലാസ്സായി മാറണം. അപ്പം അത്ര നേരം വരെ തിളയ്ക്കണം. ഏകദേശം ഒരു 5 മിനിറ്റോളം തിളയ്ക്കണം. എന്നാലാണ് പാലും വെള്ളം കൂടി യോജിച്ച് നല്ലൊരു ചായ വെള്ളം. അപ്പോൾ തീ ചുരുക്കിയിടാം. ചായയില അങ്ങനെ നല്ലോണം ബോയിൽ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് ഗ്യാസ് സിമ്മിലിടാം. അപ്പം ഇങ്ങനെ തിളച്ചിങ്ങനെ നിന്നോളാം. എന്നിട്ട് വേണം ഒന്ന് കുറുകി ശരിയാവാൻ. അപ്പം നമുക്കിതുപോലെ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യാം. അപ്പം എല്ലാം ഇത് കറക്റ്റാവും. അപ്പോൾ തിളയ്ക്കുമ്പോൾ തന്നെ നമുക്കറിയാം, കണ്ടത് ചായയുടെ ഒരു കളറ് ഇതുപോലെ ഏത് ചായയില ആയാലും നമുക്ക് ഈ ഒരു ചായയിലേറെ കളറിൽ തന്നെ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ വേറെ ചായപ്പൊടിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മുഷിഞ്ഞ കളറ് അങ്ങനെയൊക്കെ തോന്നിക്കും. അതുപോലത്തെ ഒരു കളറൊക്കെ കിട്ടുക. ഇങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഇങ്ങനെ തയ്യാറാക്കിയാൽ മതി. അപ്പം ചായയും നമ്മൾ 1.25 വെള്ളം ഒഴിച്ചത് നല്ലോണം കുറുകി പാകമായിട്ട്. അപ്പം നമുക്ക് ഇതുവരെ തീ സിമ്മിലാണ് ഇട്ടുള്ളത്. ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു സെക്കൻഡ് ലിഡ് എടുത്ത് മൂടി വയ്ക്കുക. അതിന് ശേഷം വേണം നമ്മൾ എടുത്ത് ചായ ഒന്ന് ആറ്റാനായിട്ട്. 1 മിനിറ്റ് നമ്മൾ ഈ ലിഡ് കൊണ്ട് ഇങ്ങനെ മൂടി വെച്ചതിന് ശേഷം നമുക്കത് തുറന്ന് നമ്മുടെ ഒരു കപ്പിലേക്ക് നല്ലോണം ഒന്ന് ആറ്റാം. അപ്പം നമ്മൾ ചായ ഇല അരിക്കണേക്കാളും മുന്നേ ഒന്ന് ആറ്റിയെടുക്കണം കേട്ടോ. ചായയിലോട് കൂടിയിട്ട് വേണം ആറ്റാനായിട്ട്.
നല്ലോണം ഒന്ന് ആറ്റിയതിന് ശേഷം നമുക്ക് ഒരു അരിപ്പയിൽ ഇങ്ങനെ അരിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു ചായയിലേറെ കളറൊക്കെ കണ്ടറിയാം, നല്ല സൂപ്പർ ചായ ഉണ്ട്. അപ്പോൾ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിനു വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.